ഇസ്രായേലിന് നേരെ നേരിട്ടുള്ള മിസൈൽ ആക്രമണവുമായി ഇറാൻ. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം ആദ്യമായി ഇസ്രായേലിന് നേരെ നേരിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ 11 മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. ഇറാന്റെ നടപടിയോട് കടുത്ത ഭാഷയിലാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ഇറാൻ തൊടുത്തുവിട്ട എല്ലാ മിസൈലുകളും തങ്ങൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കത്തിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഗ്രീൻ സിഗ്നൽ ലഭിച്ചാലുടൻ ശത്രുവിന് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ഭീകരഭരണം വീണ്ടും ഭീകരതയുടെ പാത തെരഞ്ഞെടുത്ത് വലിയൊരു തെറ്റാണ് വരുത്തിവച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ മിലിറ്ററി വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ കുറ്റപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണം പ്രാദേശികമായ സംഘർഷങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇറാൻ, ഇറാഖ്, സിറിയ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികൾ പൂർണ്ണമായും ഭാഗികമായും അടച്ചുപൂട്ടിയിട്ടുണ്ട്. പടിഞ്ഞാറൻ വ്യോമാതിർത്തി ഇറാൻ താൽക്കാലികമായി അടച്ചതായും തെഹ്റാനിലെ ഇമാം ഖൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ മധ്യ ഇസ്രായേലിന്റെ വലിയൊരു ഭാഗത്ത് വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. പ്രാദേശിക നിവാസികളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഇസ്രായേലിന്റെ അടിയന്തര സേവന വിഭാഗമായ മാഗൻ ഡേവിഡ് അദോമിന്റെ റിപ്പോർട്ട് പ്രകാരം മിസൈൽ ആക്രമണത്തിൽ നേരിട്ട് ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടി മാറുന്നതിനിടയിൽ നിരവധി ആളുകൾക്ക് പരിക്കുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നും രണ്ടാമതൊരു മിസൈൽ ആക്രമണം കൂടി ഉണ്ടായതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ മിസൈലുകൾ രാജ്യത്തിന് നേരെ തൊടുത്തുവിട്ടതായി IDF സ്ഥിരീകരിച്ചു. ഞായറാഴ്ച അതിരാവിലെ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പാണ് ഈ മിസൈൽ ആക്രമണമെന്ന് തെഹ്റാൻ വ്യക്തമാക്കി. ലബനനിൽ ഇസ്രായേൽ സൈനിക നടപടികൾ വ്യാപിപ്പിച്ചാൽ കൂടുതൽ തകർപ്പൻ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഇസ്രായേലിലെ ജനവാസ മേഖലകൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ നിരന്തരമായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്റർ ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ അറിയിച്ചു. ലെബനിലുടനീളം IDF പ്രവർത്തനം തുടരുമെന്നും ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്കെതിരായ നടപടികൾ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേ തുടർന്ന് കടുത്ത സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഗസയിലേക്കുള്ള കെരം, ഷാലോം, റഫ എന്നീ അതിർത്തികൾ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചുപൂട്ടുന്നതായി ഇസ്രായേൽ ഗവൺമെന്റ് ഏജൻസിയായ കോഗാറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്.